ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ കോട്ടയിലാണ്. നമ്മളൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കണ്ണൂർ കോട്ട എല്ലാവർക്കും അറിയണ്ടാവും. ഇതൊരു മിലിറ്ററി ഏരിയ ആണ്. നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് കോട്ടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കാണെങ്കിൽ വരുന്ന വഴിക്ക് നല്ല മഴയും കിട്ടി. ഇതുണ്ടല്ലോ കുറച്ച് മുൻപുള്ള വീഡിയോ ആണ് കേട്ടോ. ഒരു 6 മാസം മുൻപുള്ള വീഡിയോ ആണ്. അതായത് ഞങ്ങളുടെ 5th ആനിവേഴ്സറിക്ക് ജൂലൈ 13-നായിരുന്നു. അതിന് വേണ്ടിയിട്ടൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തായിരുന്നു ഞങ്ങൾ. ഫസ്റ്റ് കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോസ് ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കപ്പിൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുത്തു. അതും അവിടെ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ചാച്ചുവിൻ്റെ സിംഗിളായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. കണ്ടോ ഗൈസ്, നിതിൻ ജ്യൂസ് ഒരു വലിയ ബാഗും എടുത്തിട്ടാണ് വന്നത്. ഇവൻ എവിടെ പോവുകയാണെങ്കിൽ ഇതുപോലെ ഒരു ബാഗ് എടുക്കും. ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസാണ്. ഇതിൽ നിറച്ച് ഇവൻ്റെ ഷൂ, ചെരുപ്പ്, ഡ്രസ്സ്, 3 ജോഡി ഡ്രസ്സ് ഞാൻ എടുത്തിട്ടാണ് വന്നത്. എൻ്റെ ബാഗിലും കുറവൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഞാനും എടുത്തിട്ടുണ്ട്. ഒരു ബാഗിൽ ഫുള്ളായിട്ട് എൻ്റെ ഡ്രസ്സും ഷൂവും പിന്നെ ചെരുപ്പും എടുത്തിട്ടുണ്ട്. കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ. പക്ഷേ മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല, ഒരു മൂഡില്ല മേക്കപ്പ് ചെയ്യും. നമ്മൾ ഫുൾ സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. പിന്നെ കണ്ടോ, ഈ ബാഗ് കണ്ടോ, എന്നേക്കാൾ ഫുൾ സാധനം ചാച്ചുവിൻ്റെ കയ്യിലാണുള്ളത്. ഫുൾ സാധനം. ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. നമ്മളെ ഷൂട്ട് ആ എൻട്രി അവിടുന്ന് കഴിഞ്ഞിട്ട് ആണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ചാച്ചു ദോണ്ട് ദവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ദോണ്ട് ദയാ എത്ര രൂപയാ ടിക്കറ്റ്? 25 ഒരാൾക്ക് 25. ഓ, ആദ്യമായിട്ടോ ഞാൻ വന്നതിന് ശേഷം ഇതിലിങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് കാണുന്നത്. പായലും. അപ്പം നമുക്കൊരു 2-3 ഡ്രസ്സിൽ ഷൂട്ടുണ്ട്. അതിലൊരു ഡ്രസ്സ് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞു. ഒരു ഡ്രസ്സിൽ ഇനി ഒരു 2 ഡ്രസ്സ് കൂടിയുണ്ട്. അത് അതിൻ്റെ കോട്ടേൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാമെന്നാണ് കരുതുന്നത്. വിനീഷ് പാട്ടൊക്കെ പാടിയിട്ട്. വിനീഷ് ഞങ്ങൾ നോക്ക്. അതെ, മഴയായിട്ടൊരു ഇതില്ലല്ലേ. ആകാശമൊക്കെ നോക്ക്, ഭയങ്കര മൂടിയായിട്ട് കിടക്കുന്നു. അപ്പോൾ ഗൈസ്, നേരത്തെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടിപ്പോൾ 5 വർഷം കഴിയാനായി. അപ്പോൾ ജൂലൈ 13-നാണ് ഞങ്ങളുടെ ആനിവേഴ്സറി. അപ്പോൾ അതിന് വേണ്ടി ഫോട്ടോഷൂട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. എൻ്റെ എല്ലാ ഫ്രെയിമിലും ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലുക്ക്, സെക്കൻഡ് ഡ്രസ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് സാഡ്, ഒരു മൂഡി വൈബ് ആ സാധനമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. നിതിൻ ജ്യൂസ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് നമ്മുടെ തീം. ജൂലൈയിലെടുത്ത വീഡിയോ ആയിട്ട് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടാണ് ഇത് എഡിറ്റ് ചെയ്യാഞ്ഞ് അപ്ലോഡ് ചെയ്യാഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മടി കൊണ്ടാണ് ഗൈസ്. ഒറ്റ ഉള്ളൂ, എൻ്റെ മടി. എനിക്ക് മടിയായിട്ട് ചെയ്യാതിരുന്നു. ഈ കോസ്റ്റ്യൂമിലുള്ള ഞങ്ങളുടെ കപ്പിൾ ഷൂട്ടൊക്കെ ഞങ്ങൾ കടൽക്കരേൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സിംഗിൾ ഫോട്ടോസ് മാത്രം ഈ ഒരു സ്പേസിൽ വന്നെടുത്തതാണ്. എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സിംഗിൾ ഫോട്ടോസ് ഇവിടെ നിന്ന് എടുത്താൽ മതിയെന്ന്. അതാ അങ്ങോട്ട് നോക്കൂ ഗൈസ്, ആരാണാ നടന്നു വരുന്നത്? മറ്റാരുമല്ല, ഞാനാണ്. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഇതായിരുന്നു നമ്മുടെ 3rd കോസ്റ്റ്യൂം. നമ്മൾ 3 കോസ്റ്റ്യൂമിലായിരുന്നു ഷൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് എൻട്രൻസിൻ്റെ അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബ്ലൂ കളർ ഡ്രസ്സിൽ. സെക്കൻഡ് വണ്ണും 3rd വണ്ണും നമ്മൾ കോട്ടയുടെ ഉള്ളിൽ നിന്നായിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് സെക്കൻഡ് വൺ ആണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സും 3rd വണ്ണ് ഈ ഷോർട്ട്സും ടീഷർട്ടും ആയിരുന്നു ഞങ്ങൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും മഴയൊക്കെ പോയിട്ട് നല്ലൊരു വെതർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ സ്നേഹപ്രകടനമൊക്കെ കണ്ടിട്ട് നിങ്ങൾ അസൂയപ്പെടുന്നു വേണ്ട. ഇതിന് തൊട്ട് പിറകിലായിട്ട് നല്ല അടി ഞങ്ങൾ കൂടുന്നുണ്ട്, അതുകൂടി കാണിച്ചു തരാം.
തള്ളി വിട്ടു ഗ്യാസ്. അടിയായി ഗ്യാസ്. ഇപ്പോൾ ആരാണ് മോൾ? മണികണ്ഠ സ്വാമിയേ ശരണം. പെങ്ങളെ കെട്ടിയ സ്ത്രീത്തിന് തുക തരുമോ? ഈ തൊട്ട് മുൻപ് കണ്ട അടിയൊക്കെ നമ്മൾ തമാശയ്ക്ക് കാണിക്കുന്ന കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ബിനീഷ് വോയിസ് ഓവർ കൊടുത്തൊക്കെ ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ 3 കോസ്റ്റ്യൂമിലുള്ള ഷൂട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഞാൻ ഏത് ഡ്രസ്സാണോ ഇട്ട് വന്നത് ആ ഡ്രസ്സ് തന്നെ ചേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടതാണ് ആ ബെഞ്ചിൻ്റെ മുകളിൽ. നിങ്ങൾക്ക് തന്നെ കാണാം, ഡ്രസ്സും ഷൂവും ചെരുപ്പും നമ്മുടെ അല്ലാതെ മേക്കപ്പ് സാധനവും എല്ലാ സാധനവും ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് എടുത്ത് മടക്കി വെക്കുകയാണ്. അത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാഗല്ലല്ലോ 2 ബാഗും ഉണ്ടല്ലോ. അതുമാത്രമല്ല ഞാൻ എൻ്റെ ബാഗിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവൻ്റെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് രണ്ടും അത് തിരിച്ച് എൻ്റെതിലേക്ക് തന്നെ എടുത്ത് വെക്കണം. ഇവനെ നോക്ക്, ഇവൻ പരസ്യമായിട്ട് വസ്ത്രം മാറുന്നത്. പിന്നെ കുഴപ്പമില്ല, ഇവന് ഇട്ട് വന്ന ഡ്രസ്സ് ഏതാണോ അതിൻ്റെ മുകളിലാണ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെയല്ല, എനിക്ക് മുഴുവനായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വാഷ്റൂമിൽ പോയി. ഒരു 60 സെക്കൻഡുള്ള റീൽസും ഷോർട്സും ഒക്കെ കാണാൻ നല്ല സുഖമാണെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കഷ്ടപ്പാട് തന്നെ ഉണ്ട്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ കോസ്റ്റ്യൂം ചേഞ്ചും കൂടി ഉണ്ടെങ്കിൽ പ്രാന്ത് പിടിക്കുകയും ചെയ്യും. പിന്നെ ആണെങ്കിൽ ഈ പൊരിഞ്ഞ വെയിലും. അന്നാണെങ്കിൽ തുടക്കത്തിലൊരു മഴ ഉണ്ടായിരുന്നു, പിന്നെ വെയിൽ തന്നെയാണ്. പലർക്കും ഈ എടുക്കുന്ന വീഡിയോൻ്റെ പുറകിലുള്ള കഷ്ടപ്പാടും അതിൻ്റെ ബുദ്ധിമുട്ടും ഒന്നും അറിയാണ്ട് ഒരുപാട് കമൻറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഈ ഷൂട്ടിങ്ങോ എഡിറ്റിങ്ങോ ഒന്നും അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. ഇതിനെക്കുറിച്ചൊന്നും എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ ബൈ.